ചില എതിർപ്പുകളൊക്കെ ചിലയിടത്തുനിന്നൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ പോകും സമ്മേളനത്തോടുകൂടെ. അതൊക്കെ എല്ലാ അഴുക്കുകളും ചേറുകളും നീങ്ങിക്കൊണ്ട് നമ്മുടെ മേഖല, ഈ പ്രവർത്തനത്തിൽ മേഖല ശുദ്ധീകരിക്കാൻ സാധിക്കും. അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ചില എതിർപ്പുകളൊക്കെ ചിലയിടത്തുനിന്നൊക്കെ ഉണ്ട്. അതൊന്നും സാരമില്ല, അതൊക്കെ പോകും സമ്മേളനത്തോടുകൂടെ. അതൊക്കെ എല്ലാ അഴുക്കുകളും ചേറുകളും നീങ്ങിക്കൊണ്ട് നമ്മുടെ മേഖല, ഈ പ്രവർത്തനത്തിൽ മേഖല ശുദ്ധീകരിക്കാൻ സാധിക്കും. അള്ളാഹുവേ നീ തൗഫീക്ക് ചെയ്യണേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. പള്ളിയിൽ ഇമാമത്തെക്കാൻ ഇമാമിന് വിവരം വേണമെന്ന് പറഞ്ഞാലേ വിവരമില്ലാത്ത ഇമാമിന് നമ്മളെ കല്ലെറി അല്ലേ. കാവ്യാം വിവരം വേണമെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ഏടെങ്കിലും കാവ്യന്മാരുണ്ടെങ്കിൽ അവരെന്താക്കും, നമ്മളെ കല്ലെറിയും. ഇതൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവിടെ സബൂർ വേണം. ഇതൊക്കെ ഉണ്ടായിട്ട് ഞാനൊന്നുമില്ല, ഞാൻ നിർത്തിയൊക്കെയാണ് എന്ന് പറഞ്ഞ് മൂല ഇരുന്നാൽ മതിയോ? പറ്റൂല. മരണം വരെ അതിനു വേണ്ടി പൊരുതി നടക്കണം. ഏതായാലും മരിക്കും. അപ്പം നല്ലവർക്ക് മരിക്കാൻ നല്ല ഏതാ? ഏറും കുത്തുമൊക്കെ കിട്ടിയിട്ട് മരിക്കൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ നമ്മൾ ചെയ്യണം. ഇപ്പം ഈ സൂറത്തിലെല്ലാം അടങ്ങിയില്ലേ, ഇനി വേറെ ഖുർആൻ വേണ്ട ഇല്ലല്ലോ. ഇത് തന്നെയാണ് എല്ലാ ഖുർആനിലെല്ലാം പറയുന്നത് തന്നെയാണ്. ഈ 4 സംഗതി തന്നെയാണ്. മനുഷ്യൻ നന്നാവേണ്ടത് സ്വയം നന്നാവണം, അവൻ്റെ ഉള്ളും പുറവും നന്നാവണം, പിന്നെ മറ്റുള്ളവരെ നന്നാക്കണം. ആ മേഖലയിൽ സബൂർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം, നിർത്തിവെക്കരുത്. ഇതാണ് ഈ ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചെറുപ്പത്തിലെ നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കൊരു ധൈര്യം കിട്ടും, ഒരു ഈമാൻ കിട്ടും. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ അഖീദ, ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അഖീദ അതാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. നബിൻ്റെ കൂടെ ജീവിച്ചവരാരാ? അവരെന്താ പറയുക? സഹാബത്ത് എന്ന് പറയുക. സഹാബി എന്ന് പറഞ്ഞാൽ എന്താ? കൂടെ ജീവിച്ച ആൾ, നബിൻ്റെ കൂടെ, നബിനെ കാണുകയും നബിനോട് കൂടെ ജീവിക്കുകയും ചെയ്ത ആൾക്കാണ് എന്ത് പറയുക? ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും കാണുക എന്നൊക്കെ നമ്മൾ പറയാം. എന്നാൽ കൊല്ലങ്ങളോളം ജീവിച്ച് പകർത്തിയ ആൾക്കാരാണ് മുഹാജിറുകൾ. സഹാബാക്കൾ 2 ജാതിയാണല്ലോ, രണ്ട് വിഭാഗമാണ്. ഒന്ന് മുഹാജിർ, മക്കക്കാർ അവിടെ കുറഞ്ഞ ആൾക്കാരെ വിശ്വസിച്ചുള്ളത്. ആ സമയത്ത് അവരെ മർദ്ദിക്കാൻ തുടങ്ങി, ഖുറൈശികൾ മർദ്ദിക്കാൻ തുടങ്ങി. അവിടെയാണ് സബൂർ വേണ്ടത്. സലാത്തുൽ ജമാഅത്തി തഫ്ളുൽ മിൻ സലാത്തിൽ ഫർദി ബി 27